സ്കിന്ന് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഞാനൊരു അടിപൊളി ടൂൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് ഫ്രഞ്ച് കർവ്. ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ആം ഹോളൊക്കെ പുഷ്പം പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബിഗിനേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രധാന പ്രശ്നമായിരിക്കും ആം ഹോൾ കറക്റ്റ് അല്ലാതെ വരുന്നത്. നമ്മൾ എത്ര കട്ട് ചെയ്താലും കറക്റ്റായിട്ട് വരുന്നില്ല എന്നുള്ള പരാതി കുറേ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു ഐറ്റം വെച്ചിട്ട് പരിഹരിക്കാം. ആം ഹോൾ മാത്രമല്ല, നെക്ക് അതുപോലെ നമ്മുടെ ബോഡി ഷേപ്പ് ഒക്കെ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ബട്ടൺ ഹൗസ് പിന്നെ അതുപോലെ ഫാൻസി ഇതിലൊക്കെ ഈ ഒരു ഐറ്റം കിട്ടും. ഒരു 30-40 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും റേറ്റ് വരിക. ഞാൻ ഓൺലൈനായിട്ടൊരു കോംബോ ഓഫറിൽ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എത്ര എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അസ്യൂം ചെയ്യാം കേട്ടോ. ഇതാണ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത്. അപ്പോൾ ആദ്യം നമ്മളിതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെസ്റ്റ് ഞാനിവിടെ 40 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 40 ഹരിക്കണം 4. അപ്പോൾ ചെസ്റ്റ് ഇതാ ഇവിടെ 40 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ 40 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ 10. ആ ഒരു 10 നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒന്ന് ഞാൻ 10 ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 ആ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങോട്ട് 10ഉം, അതായത് ഇതാണ് നമ്മുടെ ചെസ്റ്റ് ഞാൻ 10 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആം ഹോൾ കിട്ടണമെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ആണല്ലോ. ഈ ഒരു 40നെ 20 വെച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ. സോറി 20 അല്ല, 24 വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. ഈ ഒരു 24 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അളവാണ് കേട്ടോ. എല്ലാവർക്കും ഇത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്കിവിടെ 1.6 ആണ് കേട്ടോ കിട്ടുക. അതായത് 1.6 ആണ് എനിക്കിവിടെ കിട്ടുന്നത്. ആ ഒരു 1.6 നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ നമ്മുടെ ചെസ്റ്റ് അളവിന് 24 വെച്ചിട്ട് ഹരിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് ആ ഒരളവാണ് നമുക്കിതാ ഇവിടെ ഒരു കോൺ വരുന്നുണ്ടല്ലോ നമ്മുടെ ഈ കൈക്കുഴി വെട്ടുന്ന ഭാഗത്ത്, ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് അത്രയാണ് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്കിതാ ഈ ടാപ്പ് വെച്ചിട്ട് ഇതിലിതാ 1.6 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 5 വരുന്നത്. ഇതായിരിക്കും 6 കേട്ടോ. അപ്പോൾ ആ ഒരു 6 നമ്മളിവിടെ കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ക്ലോത്തിൽ ചെയ്യുമ്പോൾ ഈ ഒരു ടാപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒരു ഡെമോ ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റും നമ്മൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയെടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ആം ഹോളിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഇനി നമ്മൾ നമ്മുടെ ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ഇതാ ഈ ഒരു പോയിന്റിലും അതുപോലെ തന്നെ ഇതാ ഈ ഒരു പോയിന്റിലും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതാ ഈ ഒരു പോയിന്റിലും ടച്ച് ചെയ്ത് നിൽക്കണം. ശേഷം ഇതാ ഒന്ന് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. കണ്ടില്ലേ? ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരിക്കലും ഈ ഒരു ഇത് വെച്ചിട്ട് തയ്യൽ തുമ്പ് വെച്ചിട്ട്, അതായത് ഒരിക്കലും നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിലേക്കല്ല നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ കറക്റ്റായിട്ടുള്ള അളവുണ്ടല്ലോ ആ ഒരു അളവിലേക്കാണ് നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ടല്ല ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു പേട് എത്രയാണെന്ന് കിട്ടുന്നത് അതും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എത്രയാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് ആ ഒരു അളവുകൾ തമ്മിലാണ് കൂട്ടിമുട്ടിച്ചിട്ടാണ് നമ്മൾ ആം ഹോൾ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.